ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സിനെ കുറിച്ചാണ്. ഇനിയിപ്പോൾ മഴക്കാലം വരാൻ പോകുകയാണ്. ഇപ്പോൾ മെയ് ഏകദേശം ഒരു 9 ആയിട്ടുണ്ട് ഇന്ന് ഞാൻ വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ മെയ് മാസത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള കരുതൽ ഉണ്ടാവണം. ചെടികൾക്ക് ഒരുപാട് മഴവെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെടികൾ നശിച്ചു പോണ ഒരുപാട് ചെടികളുണ്ട്. ഒന്ന് നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ 3 വെറൈറ്റികൾ, അതായത് കെൻ ബിഗോണിയ, വാക്സി ബിഗോണിയ, റെക്സി ബിഗോണിയ, അതുപോലെ തന്നെ ബോൾസൺ ചെടി, അതുപോലെ തന്നെ ജെറബറ ചെടി, അങ്ങനെയുള്ള കുറേ ചെടികളുണ്ട്. സി പ്ലാന്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് ചെടി പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് ചെടികളെ മഴയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അഗ്ലോണിമ, ഹൈബ്രിഡ് ഇനത്തിലുള്ള അഗ്ലോണിമ, അതുപോലെ തന്നെ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സിനൊക്കെ ഒരുപാട് വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരും അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞ് പോകും. അതുപോലെ മഴവെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ ചീത്തയാകുന്ന ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷണം കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ അടുത്ത വേനൽക്കാലത്തേക്ക് നമ്മുടെ ചെടികളെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കെൻ ബിഗോണിയ, റെക്സി ബിഗോണിയ, വാക്സി ബിഗോണിയൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിലേറ്റവും നല്ലത് നമ്മുടെ റെക്സി ബിഗോണിയാണ്. റെക്സി ബിഗോണി നമുക്ക് ലീഫ് വെച്ചിട്ടും അതിൻ്റെ തൈകൾ ഇങ്ങനെ അടർത്തി മാറ്റിയിട്ടും നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ റെക്സി ബിഗോണിയൻ്റെ ഒരു ഇല കിട്ടിയാൽ തന്നെ നമുക്ക് 2 തൈയായി മാറും കേട്ടോ. 2 തൈകളാക്കി എടുക്കുന്ന മെത്തേഡാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ റെക്സി ബിഗോണിയ അതുപോലെ തന്നെ വാക്സി ബിഗോണിയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട്, അധികം റെക്സി ബിഗോണിയൻ്റെ ബാക്ക് വശം നല്ല പർപ്പിൾ കളറായിരിക്കും, നല്ല റെഡിഷ്, പർപ്പിളല്ല നല്ല റെഡിഷ് കളറായിരിക്കും. അപ്പോൾ നമുക്ക് അത് നല്ല ബുഷിയായിട്ട്, അതായത് ചട്ടിയിൽ നല്ല ബുഷിയായിട്ട് വരുന്നതാണ്. കെൻ ബിഗോണിയ കുറച്ച് ഹൈറ്റ് വെക്കുന്നതാണ്. കെൻ ബിഗോണിയൻ്റെ ഒത്തിരി വെറൈറ്റികളുണ്ട്. അതുപോലെ തന്നെ റെക്സി ബിഗോണിയ നമ്മൾ അതിൻ്റെ ലീഫിൻ്റെ ഭംഗി കൊണ്ടാണ് നമ്മൾ വളർത്തുന്നത്. ഒരുപാട് ഇനത്തിലുണ്ട് കേട്ടോ. 100-500 പരം അധികം വെറൈറ്റികൾ റെക്സി ബിഗോണിയ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാക്സി ബിഗോണിയ ഉണ്ട്, കെൻ ബിഗോണിയ ഉണ്ട്. അപ്പോൾ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ 3 ഇനം തന്നെ നമ്മുടെ ഗാർഡനിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ചെടി മാത്രം മതി കേട്ടോ. വേറെ ഒന്നും വേണ്ട. ഇതൊക്കെ റെക്സി ബിഗോണിയാണ്. റെക്സി ബിഗോണിയാണ്. മറ്റേ ഇതിൽ പൂക്കളൊക്കെ ഉണ്ടാവും, പക്ഷേ പൂക്കൾക്ക് നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ കെൻ ബിഗോണിയും വാക്സി ബിഗോണിയും നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരും കേട്ടോ. പക്ഷേ ഇതിലും പൂക്കളുണ്ടാവും നമ്മളത് അധികവും നമ്മളതിൽ നുള്ളിക്കളയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് 1 ഇല കിട്ടിയിട്ടുണ്ടെങ്കിൽ, 1 ഇല നമ്മളെ കയ്യിൽ ഇല്ലാത്ത ചെടി നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് നമുക്ക് 1 ഇല, അതായത് ഒരു പഴയ എന്താ പറയുക, ഒരു മൂത്ത ഇല കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇല വെച്ചിട്ട് നമുക്ക് പുതിയ 2 തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നല്ല ഭംഗിയാർന്നിട്ടുള്ള ലീഫാണ്. അപ്പോൾ ലീഫിൻ്റെ ഭംഗി മാത്രമല്ല, നമ്മുടെ റെക്സി ബിഗോണിയ നമ്മളെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചട്ടി ബുഷിയായിട്ട് വളരുന്ന ചെടിയും കൂടിയാണ് നമ്മുടെ റെക്സി ബിഗോണി കേട്ടോ. വാക്സി ബിഗോണിയൊക്കെ കുറച്ച് ഹൈറ്റ് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ബുഷിയാക്കി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ചെടി നോക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് വാക്സി ബിഗോണിയൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ റെക്സി ബിഗോണി നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, അതായത് ഒരുപാട് വെള്ളം ഒഴിച്ചുക, അല്ലെങ്കിൽ ഒരുപാട് വളം കൊടുക്കുക, അല്ലെങ്കിൽ നല്ല വെയിലത്ത് അങ്ങനെയുള്ള മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി നശിച്ചു പോകുന്ന സ്ഥിതിയാണ് നമ്മൾ കാണാറുള്ളത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ വാക്സി ബിഗോണിയ നല്ല രീതിയിൽ പൂക്കളൊക്കെ തന്നിട്ട്, പിന്നെ ഇതിലിപ്പം പൂക്കൾ കഴിഞ്ഞതാണ് കേട്ടോ. അതാ കൊമ്പ് ചില്ലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത്. ഇപ്പോൾ ഇതിലെ പൂക്കളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പൂക്കളൊക്കെ തന്നിട്ട് ഇന്ന് നിൽക്കുമ്പോൾ ബോൾസൺ ചെടി പോലെയാണ് കേട്ടോ. പൂക്കളൊക്കെ നല്ല രീതിയിലുണ്ടാകും. പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെടി വീണ് പോകുക. അതായത് ഒന്നെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് അതിൻ്റെ അടിവശത്ത് തണ്ട് ചീഞ്ഞിട്ടായിരിക്കും ചെടി വീണ് പോകുക. അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ വെള്ളം ഈ ചെടിക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണ് കേട്ടോ. വെള്ളം കൂടിയാൽ മാത്രമാണ് നമ്മുടെ ഈ ചെടി നശിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ഓവർ വാട്ടറിങ്ങും ഓവർ വളവും നമ്മൾ കൊടുക്കേണ്ട കേട്ടോ. വെള്ളവും ഓവർ വളവും കൊടുത്താലാണ് നമ്മുടെ ബിഗോണിയ പ്ലാന്റ്സ് വേഗത്തിൽ തന്നെ നമുക്ക് കയ്യിൽ നിന്ന് നശിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കെൻ ബിഗോണിയ ഞാൻ പറഞ്ഞു സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് മതി, മറ്റേത് നമുക്ക് ഇല വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതിനെടുക്കുന്ന പോട്ടി മിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മണൽ, അതുപോലെ തന്നെ നമുക്ക് പിന്നെ ചാണകപ്പൊടി, നമുക്ക് പെർലൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് പെർലൈറ്റ് അല്ലെങ്കിൽ ഓമി, അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കുക. പിന്നെ അതിൽ നമുക്ക് കുറച്ച് സാഫ് അപ്ലൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് NPK ഒക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സിൽ
നമുക്ക് നട്ടു. ഇനിയിപ്പോൾ NPK ഇടണമെന്നില്ല കേട്ടോ, NPK ഇടേണ്ട ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് വെള്ളം വാർന്നു പോകുന്ന നല്ലൊരു പോട്ടിംഗ്സ് ആകണം. അതുപോലെ തന്നെ വെള്ളം വാർന്നു പോകുന്ന ഒരു ഡ്രെയിനേജ് ഉള്ള നല്ല പോട്ടുമാണ് ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ റെക്സി ബിഗോണിയൊക്കെ നടുമ്പോൾ വായ്വട്ടുള്ള, അതായത് പോട്ടിൽ നല്ല വായ്വട്ടുള്ള ചട്ടിയിൽ നട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അടിവശത്തു നിന്ന് ഇങ്ങനെ തൈകൾ പൊട്ടി വന്നിട്ട് നമ്മുടെ ചെടി നല്ല പോട്ടിൽ ഫുള്ളായിട്ട് നിറയും കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. എൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു. മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ടായി. കുറേയൊക്കെ ഞാൻ സെയിലായിപ്പോയി, കുറച്ചൊക്കെ ഞാൻ പിന്നെ വീട്ടിലില്ലാത്തത് കൊണ്ട് കുറച്ച് മാസങ്ങളോളം, അതായത് ഒരു വർഷത്തോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. വീട്ടിൽ വരൂ, പക്ഷെ മാറി നിൽക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വേറൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു ചെടി മാത്രം മതി നമ്മുടെ ഗാർഡൻ ഭംഗിയാക്കാൻ. അവിടെ പൂക്കളുള്ള ചെടികൾ വേണ്ട, അഗ്ലോണിമ, കലാത്തി ഒന്നും വേണ്ട. നമുക്ക് ഈ ഒരു 3 വിധത്തിലുള്ള, അല്ലെങ്കിൽ റെക്സി ബിഗോണിൻ്റെ പല ടൈപ്പിലുള്ള വെറൈറ്റികൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ അതിമനോഹരമാക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈ മൂത്ത ഒരു ഇലയാണ് കേട്ടോ എടുക്കേണ്ടത്. മൂത്ത ഒരു ഇല എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വെച്ചുകൊണ്ട് പെട്ടെന്ന് പറയുമ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്ക് അതിൽ നിന്ന് തൈകൾ വന്നിട്ട് നമ്മുടെ ചെടിച്ചട്ടിയിൽ നമുക്ക് പിന്നത് അതിൽ തന്നെ വെക്കാം. ചെടിച്ചട്ടിയിലാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ പോട്ടിലേക്ക് മാറ്റി നട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ എളുപ്പത്തിൽ തന്നെ നമുക്ക് തൈകളാക്കി എടുക്കാൻ പറ്റുന്നത്. ഇതങ്ങനെ ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത ഒരു ചെടിയാണ് കേട്ടോ ഇത്. ലീഫ് വെച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് തൈകൾ വന്നതാണ്. അപ്പോൾ ഞാൻ വലിയ ചട്ടിയിൽ തന്നെ വെച്ച് കൊടുത്ത് കൊണ്ട് തന്നെ അതിൽ തന്നെയാണ് അതിൻ്റെ കൂടെ വേറെന്തൊരു ചെടിയും കൂടി നട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായി പിടിച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും പോട്ടിലേക്കോ ഗ്രോ ബാഗിലേക്കോ മറ്റൊരു ചെടിയില്ല, യെല്ലോയും ഗ്രീനും കാണുന്ന ചെടി മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത് ലീഫ് വെച്ചുകൊണ്ട് എനിക്ക് നല്ലൊരു തൈ ഉണ്ടായിട്ടോ. നല്ലൊരു തൈ ഉണ്ടാവാൻ കാരണം ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്. നമുക്ക് സ്റ്റെമ്മ് വെച്ചിട്ട് നമുക്ക് ചെയ്യട്ടോ. നമുക്ക് തൈകൾ അടർത്തി മാറ്റിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ വളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് NPK ഒക്കെ കൊടുക്കുമ്പോൾ സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യുമ്പോൾ ഒരിക്കലും ലീഫിലാകരുത്. ലീഫിൽ നമ്മൾ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ വളം കൂടിപ്പോയി ലീഫൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകും കേട്ടോ. വെയിൽ കൊണ്ടാൽ മാത്രമല്ല കരിയും. പിന്നെ അതിൽ വെള്ളം കുറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ല രീതിയിൽ നിൽക്കുന്ന ചെടി വാടി തളർന്ന് നിൽക്കുന്നത് കാണാം. അപ്പോൾ ബിഗോണിയ പ്ലാന്റ്സിന് എപ്പോഴും ചെറിയൊരു നനവ് നമ്മുടെ ചെടിച്ചട്ടിയിൽ വേണം കേട്ടോ. ചെറിയൊരു നനവുണ്ടെങ്കിൽ മാത്രമേ ചെടി നേരെ നിൽക്കുള്ളൂ. നേരെ നിൽക്കാതെ വാടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കണം വെള്ളം കുറഞ്ഞിട്ടാണ്. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെടി ഇങ്ങനെ വാടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അടിവശത്ത് അതിൻ്റെ കിഴങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ തണ്ട് നശിച്ചിട്ട് അല്ലെങ്കിൽ ചീഞ്ഞ് പോയിട്ടാണ് ഈ ചെടി വാടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചെടികളൊക്കെ, അതായത് വാക്സി ബിഗോണിയൊക്കെ നമ്മൾ വേഗത്തിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യണം. കാരണം എപ്പോഴാണ് ചെടി പെട്ടെന്ന് നശിച്ചു പോകുക നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഏതൊരു ചെടി നമ്മൾ നശിച്ചു പോകുന്ന ചെടികളാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വേഗം അതിൻ്റെ സ്റ്റെം എടുത്തിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ചെടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ബോൾസം ചെടിയൊക്കെ ചെയ്യുമ്പോൾ ബോൾസം ചെടിയൊക്കെ ചില സമയത്ത് ഞാൻ ഈ അടുത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ല രീതിയിൽ ബോൾസം ചെടി നല്ല ഹൈബ്രിഡ് ഇനത്തിലുണ്ടായി. അത് ഞാൻ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കാണിച്ചിരുന്നു. പിറ്റേന്ന് ഞാൻ വലിയ ചട്ടി എടുത്തിട്ട് അത് മണ്ണോടൊക്കെ തന്നെ അതിൽ വെച്ച് കൊടുത്ത് 2-3 ദിവസം നല്ലോണം നിന്ന്. പിന്നെ ഒരു ദിവസം രാവിലെ ഞാൻ ഉണർന്നപ്പോൾ അത് വാടി, അതായത് അടിവശം കേടായിട്ട് ചീഞ്ഞു പോയി. എന്ത് കാരണത്താൽ അറിയാൻ എനിക്ക് തോന്നുന്നു മഴയത്താണ് മുറ്റത്താണ് വെച്ചത്. അപ്പോൾ മഴവെള്ളം കൊണ്ടിട്ട് വെള്ളം കൂടിപ്പോയിട്ട് ചീഞ്ഞു പോയതാണെന്നൊരു സംശയമുണ്ട്. എന്തായാലും ആ ചെടി എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനും നിങ്ങളെ കാണിക്കാനും പറ്റിയില്ല. ഞാൻ ഒരു മജന്ത കളറുള്ള പൂവായിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. പക്ഷേ അത് കേടായപ്പോൾ സമയത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ ആലോചിക്കുന്നത്, അപ്പോൾ നമ്മളെപ്പോഴും വേഗത്തിൽ തന്നെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് പുതിയ തൈകളാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ഒരുപാട് ചെടികൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ലീഫ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് മുന്നേ ഒരു 2 വർഷം മുന്നൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മൂത്ത ഇല എടുക്കുക. ഒരു മൂത്ത ഇല എടുത്തിട്ട് അത് നമുക്ക് ഒരു ഇല ഒന്നായിട്ട് നമുക്ക് വെച്ച് കൊടുത്താലും മുളയ്ക്കും. പക്ഷേ നമുക്ക് അത് 2 പീസാക്കി വെച്ച് കൊടുത്താൽ 2 ഭാഗത്തുനിന്ന് നമുക്ക് തൈകൾ വരും കേട്ടോ. അതിൻ്റെ ഒരു അടിവശം, അതായത് ഒരു പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഈ ഒരു സൈഡിൽ താഴ്ഭാഗത്തു നിന്നാണ് നമുക്ക് തൈകൾ ഉണ്ടാവുക കേട്ടോ. ഞാനത് ആ കത്രിക കൊണ്ട് തൊട്ട് കാണിച്ച ആ താഴ്ഭാഗത്തു നിന്നാണ് നമുക്ക് തൈകളുണ്ട്. അപ്പോൾ 2 പീസാക്കിയിട്ട് ഞാനിതാ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൻറ്ററിൽ ആ ഭാഗത്തു നിന്നാണ് നമുക്ക് ഇതിൻ്റെ തൈകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് അതിങ്ങനെ ഒരു കുമ്പിൾ കുത്തിയിട്ട് നമുക്കതിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഞാൻ പിന്നെ ഒരിക്കലും ഇങ്ങനെ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഒരു വളവും കൊടുക്കരുത്. വെറും പൂയി മണ്ണോ അല്ലെങ്കിൽ കുറച്ച് ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൽ വെച്ച് കൊടുത്തിട്ട് ചെറുതാക്കി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ രീതിയിലൊന്ന് വെള്ളം ഒന്ന് കൊടിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണോ, ഒരു തണലുള്ള ഏരിയയിലാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ട ചെടി. അല്ലാണ്ട് വെയിലത്ത് വെച്ച് കൊടുക്കരുത്. നല്ലൊരു തണലുള്ള ഏരിയയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ എന്തായാലും കാണിക്കുന്നതായിരിക്കും. നമുക്കൊരു മാസം ആകുമ്പോഴേക്ക് ഇതിൽ എന്തായാലും തൈകൾ വരും കേട്ടോ. നമ്മൾ 2 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ 2 പീസ് ഇടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ആ ചെടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് മുറ്റത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മഴയറ്റം പെയ്യുകയാണെങ്കിൽ എടുത്ത് സൺസൈഡിൻ്റെ അടിയിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കെയിൻ ബിഗോണിയൻ്റെ ഒരു സ്റ്റെം എടുത്തിട്ട് ഞാൻ നട്ടു കൊടുക്കുക. അതെങ്ങനെയാണ് നട്ടു കൊടുക്കുന്നത് നോക്കാം നമുക്ക്. ഇതൊരു യെല്ലോ ബക്കറ്റാണ് കേട്ടോ ചെറിയ. അപ്പോൾ ഞാനിതിന് ഗ്രോ ബാഗിൽ മണ്ണും ചകിരിച്ചോറും മാത്രമാണ് കേട്ടോ, ചാണകപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. മണ്ണും ചകിരിച്ചോറും മാത്രം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഇതിൽ നിന്നൊരു സ്റ്റെം എടുത്തിട്ട് ചെറിയ നല്ലൊരു സ്റ്റെം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നട്ടു കൊടുക്കുക. കാരണം ഈ മദർ പ്ലാന്റ് എന്തെങ്കിലും കാരണവശത്താൽ നമുക്ക് നശിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, മറ്റുള്ള ഒരു ചെടിയും കൂടി ഉണ്ടാവും അല്ലേ. ഇത് എനിക്ക് ഒരു കുഞ്ഞു ചെടിയാണ്, ചെറിയൊരു തുമ്പ് എന്നൊക്കെ പറയും പോലെ. ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ആ ചേച്ചി ഇങ്ങോട്ട് ചോദിച്ചിട്ട് എനിക്ക് തന്നതാണ് കേട്ടോ. ഇത് വേണമെന്ന് ചോദിച്ചിട്ട് അവർ നല്ല മനസ്സോടെ തന്നുകൊണ്ടായിരിക്കും എനിക്കത് വേഗത്തിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. കാരണം അത് വീണ് പോകാതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ചെറിയ രീതിയിലൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു തണലത്ത് കൊണ്ടുപോയി വെക്കുക. തണലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടി, ഏത് ചെടി നമ്മൾ തണലത്ത് വെച്ചാലുള്ളൂ. ബൊഗൈൻവില്ല പ്ലാന്റ്സൊക്കെ നമ്മൾ വേര് പിടിപ്പിക്കുന്ന സമയത്ത് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിലത്ത് വെക്കരുത്. ഒരു 5-6 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചത്തോളം നമ്മൾ തണലത്ത് വെച്ചില്ലേ, ഒരു മാസത്തോളം തണലത്ത് വെച്ചിട്ട് വേര് പിടിച്ചതിന് ശേഷം ചെടിയായി എന്ന് കണ്ടിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, വെയിലത്തേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെയാണ് ഇതും വേര് പിടിക്കുന്ന വരെ നമ്മൾ കുറച്ച് തണലത്ത്, അല്ലെങ്കിലും ഈ ഒരു ചെടിക്ക്, അതായത് നമ്മുടെ റെക്സി ബിഗോണിയ, മാക്സി ബിഗോണിയ, കെയിൻ ബിഗോണിയക്കൊന്നും നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും ഇഷ്ടമില്ലാത്ത പ്ലാന്റാണ്. പാർഷ്യൽ ഷെയ്ഡ് മാത്രം ഇഷ്ടമുള്ള ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെടി ഇത് നമുക്ക് ഒരു തണലുള്ള ഏരിയയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബിഗോണിയ പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്. ഇതിൻ്റെ മുമ്പ് ഞാൻ ചെയ്തിട്ട് പറയും ഇതുപോലെ ഞാൻ നട്ട് കൊടുത്താണ് കേട്ടോ. കണ്ടില്ലേ, ഇത് നട്ട് കൊടുത്തിട്ട് ചെറിയൊരു പോട്ടിൽ നട്ട് കൊടുത്തിട്ട് ഇതുണ്ടാവുന്നുണ്ടില്ലേ, നമുക്ക് വേഗം പിടിച്ച് കിട്ടും കേട്ടോ. നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചെടികളാവും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ